സുഹൃത്തുക്കളെ, നമ്മളിന്ന് വന്നിട്ടുള്ളത് വയനാട് ചൂരമല മുണ്ടക്കൈ ദുരന്തബാധിതർക്ക് പീപ്പിൾസ് ഫൗണ്ടേഷൻ നിർമ്മിച്ചു നൽകുന്ന അതിമനോഹരമായ ഒരു വീട്ടിലേക്കാണ്. ആ വീടിൻ്റെ ഹോം ടൂറാണ് നമ്മൾ എടുക്കുന്നത്. ഈ വീടുകളുടെ പണി ഏകദേശം കഴിഞ്ഞ് വരുന്നേ ഉള്ളൂ. ടൈൽ വർക്ക് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്, അതുപോലെ പ്ലംബിങ് കഴിഞ്ഞിട്ടുണ്ട്. വാതിലും ജനവാതിലും ഒക്കെ വളരെ മനോഹരമായ രീതിയിൽ തന്നെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വീട് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ മേപ്പാടി പഞ്ചായത്ത് തന്നെ മുക്കംകുന്ന് പ്രദേശത്ത് നിന്ന് ഏകദേശം 2 കിലോമീറ്ററോളം ഉള്ളോട്ട് വന്നാൽ ഏഴാഞ്ചിറ എന്നുള്ള ഒരു സ്ഥലപ്പേരുണ്ട്. അവിടെയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. വീട്ടിൻ്റെ ഉള്ളിലോട്ട് കയറിയാൽ തന്നെ വളരെ വിശാലമായ ഒരു ഹാളാണ്. ലിവിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ എന്താ പറയുക, ഒരു വിശാലത തോന്നിക്കുന്നുണ്ട്. നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, എല്ലാവർക്കും കണ്ടാൽ തന്നെ മനസ്സിലാവും. നല്ല ക്വാളിറ്റി ആയിട്ട് തന്നെയാണ് ഈ വീട് സെറ്റ് ചെയ്തിട്ടുള്ളത്. ടൈൽ വർക്കൊക്കെ ഏകദേശം കഴിഞ്ഞ് അതിൻ്റെ ഉപഭോക്താക്കൾക്ക് കൊടുക്കാൻ പാകപ്പെട്ട രീതിയിലാണ് ഇപ്പോൾ വീടിൻ്റെ അവസ്ഥ. ഇതിൽ 3 ബെഡ്റൂംസാണ് വരുന്നത്. ഒരു ബെഡ്റൂം അത്യാവശ്യം നല്ല വീതിയും വിസ്താരമൊക്കെ ഉണ്ട്. അതുപോലെ ആ ബെഡ്റൂമിനോട് ചേർന്ന് അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട്. ബാത്റൂമൊക്കെ വളരെ മനോഹരമായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വർക്ക് ക്ലീനിങ് ഒക്കെ നടക്കുന്നേ ഉള്ളൂ. അങ്ങനെ നമ്മൾ വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ഹാളിൽ നിന്ന് തന്നെ രണ്ടാമത്തെ എൻട്രൻസ് വരുന്നത് മറ്റൊരു ബെഡ്റൂമിലേക്കാണ്. അതിനും ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. ബെഡ്റൂംസ് കണ്ടാൽ തന്നെ മനസ്സിലാവും, നല്ല വീതി വിസ്താരമുള്ള സ്ഥലങ്ങളാണ്. അതുപോലെ ഈ ഹാളിൽ തന്നെ മറ്റൊരു എൻട്രൻസിൽ ഒരു ബെഡ്റൂം കൂടി ഉണ്ട്. 3 ബെഡ്റൂമാണ് ടോട്ടലിൽ വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ചേർന്ന് തന്നെ ഒരു കോമൺ ബാത്റൂം വരുന്നുണ്ട്. ടോയ്ലറ്റ് കോമൺ ആയിട്ട് ഒന്ന് വരുന്നുണ്ട്. അതിനോട് ചേർന്ന് ഹാളിൽ നിന്നും എൻട്രൻസ് ഉള്ളതുപോലെ തന്നെ ഒരു വാഷ് ബേസ് വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ഹാളിൽ നിന്ന് തന്നെ മറ്റൊരു എൻട്രൻസ് വരുന്നത് അതിൻ്റെ കിച്ചണിലേക്കാണ്. കിച്ചൺ വളരെ വിശാലമായ രീതിയിൽ തന്നെ നിങ്ങൾക്ക് കാണാം. നല്ല വൃത്തിയിൽ തന്നെ കിച്ചൺ സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം അത്യാവശ്യം നല്ല മോഡലായിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇതിൻ്റെ പുറത്ത് നമ്മൾ കിച്ചണിലേക്ക് പുറത്തിറങ്ങിയാൽ തന്നെ അത്യാവശ്യം ചെറിയൊരു പച്ചക്കറി തോട്ടമൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നല്ലൊരു സ്ഥലം ഉണ്ട്. പുറകുവശത്ത്, വീടിൻ്റെ പുറകുവശത്ത് നല്ല സ്ഥലവുമുണ്ട്. എന്തുകൊണ്ടും ഒരു സൗകര്യപ്രദമായ രീതിയിലാണ് ഇവരിത് സെറ്റ് ചെയ്തിട്ടുള്ളത്. പുറത്തേന് ഇവിടെ നല്ലൊരു കാറ്റും വെളിച്ചമുള്ള നല്ലൊരു എന്താ പറയുക, നല്ലൊരു പ്രദേശമാണ്. അത്യാവശ്യം കാർഷിക മേഖലയാണ്. അപ്പോൾ തൊഴിലിനും ഒന്നും ഈ ദുരന്തബാധിതർക്ക് ബുദ്ധിമുട്ടേണ്ടി വരില്ല. ഇനി നമ്മൾ പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ ഇതിൻ്റെ മുറ്റവും റോഡും എല്ലാം അതിൻ്റെയൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം എല്ലാ വീടുകളിലേക്കും ഇതിൻ്റെ റോഡ് ആക്സസ് ഉണ്ട്. വളരെ മനോഹരമായ രീതിയിൽ അത് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാലും ഇതിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട വീഡിയോകൾ പുറകെ വരും. എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.